എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല പ്ലാന്റുകളെക്കുറിച്ചും പാചകങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സൗണ്ടിന് അല്പം പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ഇന്നലെയുള്ള വീഡിയോയിലായിരുന്നു വ്യത്യസ്തമായ മല്ലിച്ചപ്പിനെ കുറിച്ച് എന്നോട് കമൻറ്റിൽ ചോദിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കറികളിലും മറ്റും ബിരിയാണിയിലും ഒക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന രമ്പയിലയെക്കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം. രമ്പയില വളരെ സമൃദ്ധമായി വളരുന്ന ഒരു ചെടിയാണ്. പെൻഡാനസ് ചെടിയുടെ വർഗത്തിൽപ്പെട്ട ഒരിനമാണിത്. ഇതിൻ്റെ ഇല നുള്ളിയെടുത്ത് നമ്മൾ ബിരിയാണി അതുപോലെ ഗീ റൈസൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഇലയിട്ട് തിളപ്പിച്ച് ദമ്മിടുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഇല പൊട്ടിച്ചെടുത്ത് നന്നായി കഴുകി നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാം. വളരെയധികം ടേസ്റ്റ് തരുന്ന ഒരിലയാണ് രമ്പയില. പ്രത്യേകമായ ഒരു പരിചരണമോ നടീൽ മിശ്രിതമോ വളമോ ഒന്നുമില്ലാതെ നമ്മുടെ പറമ്പിലൊക്കെ നട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് രമ്പയില. സ്വാദൂറുന്ന ചിക്കൻ വിഭവങ്ങളിലേക്ക് നമുക്ക് ഈ ഇല എപ്പോഴും ഉപകാരം. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടുവളപ്പിൽ ഈ ഒരു രമ്പയില നട്ടുപിടിപ്പിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് മല്ലിച്ചപ്പ്. ഇവൻ ആഫ്രിക്കനാണ്. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് പെട്ടിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഇത് നല്ലൊരു മെഡിസിൻ പ്ലാന്റ് കൂടിയാണ്. ഈ ചെടിയുടെ ഇല നമ്മൾ ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഇറച്ചിക്കറി മറ്റും വെക്കുന്ന കൂട്ടാനുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു മല്ലി ഇലയുടെ ടേസ്റ്റുള്ള ചെടിയാണ്. ഈ ഒരു ചെടിക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദഹന പ്രക്രിയക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ചെടിയാണിത്. കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാതെ പറമ്പിലൊക്കെ ഒരു തൈ നട്ട് കൊടുത്താൽ അതിൻ്റെ കൂടെ പൊട്ടിമുളച്ച് വളരെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുകയും അതിൻ്റെ വിത്തിൽ നിന്ന് തൈകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ആഫ്രിക്കൻ മല്ലിയില. പെട്ടെന്ന് കേടാവുകയോ ചീത്തയാവുകയോ ഒന്നും ചെയ്യാത്ത ഒരില തന്നെയാണ് ഈ ഒരു മല്ലിയില. എല്ലാവരുടെ വീട്ടുവളപ്പിലും ഈ ഒരു മല്ലിയില നട്ടു വളർത്തുക. സൈഡ് ഭാഗത്തൊക്കെ മുള്ളുകൾ പോലെയുള്ള വക്കുകളാണ് ഇലയുടെ പ്രത്യേകത. പ്രമേഹ രോഗികൾക്കും ഈ ഇലയിട്ട് വെള്ളം കാച്ചി കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഇനിയും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും വളരെ ഉപകാരപ്രദവുമായ ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ്. മൃതസഞ്ജീവനി, നാഗവെറ്റില, അയ്യമ്പാന എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. മൂലക്കുരു അസുഖമുള്ളവർക്ക് ഒറ്റമൂലിയായി വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നായി ഉപയോഗിക്കാൻ പറ്റിയ മരുന്നാണ്. മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഇല പച്ചയിലെടുത്ത് ചവച്ച് തിന്ന് 3 ദിവസം കൊണ്ട് തന്നെ വളരെ ഗുണമായ റിസൾട്ട് തരും. ഈ ഒരു ചെടി നഴ്സറികളിലൊക്കെ വളരെ വില കൊടുത്താണ് വാങ്ങിക്കുന്നത്. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നനവോട് കൂടി ചെടിയെ വളർത്തിയെടുക്കാം. ഈർപ്പം നന്നായി ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. നല്ല ഡാർക്ക് തണ്ടുകളും നീളൻ ഇലകളുമൊക്കെയായി നല്ല ഭംഗിയോടെയാണ് ഈ ഒരു ചെടിയുടെ രീതി. കമ്പ് മുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മുറിവ് പറ്റിയാൽ മുറിവുള്ള ഭാഗത്ത് അരച്ച് ഈ ഒരു ഇല തേച്ച് പിടിപ്പിച്ചാൽ മുറി പെട്ടെന്ന് ഉണങ്ങുമെന്നും പറയുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് പച്ചയിൽ ചവച്ച് തിന്നാൽ പ്രമേഹത്തിന് ശമനം ലഭിക്കുമെന്നും പറയുന്നു. ഒട്ടനവധി ഗുണങ്ങളുള്ള അയ്യമ്പാനയും നമുക്ക് വീട്ടിൽ നട്ട് വളർത്താം. ഔഷധ ചെടികളെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി. സൗണ്ട് പ്രോബ്ലം ആയതുകൊണ്ടാണ് വളരെ ചെറിയ വീഡിയോയിൽ ഇന്ന് ഞാൻ ഒതുക്കിയത്. സൗണ്ട് റെഡി ആയതിനു ശേഷം നമുക്ക് നല്ല നല്ല വീഡിയോസുമായി വീണ്ടും തിരിച്ചു വരാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.